ഇപ്പോൾ നമ്മൾ ഡെക്ക് 3-ലാണുള്ളത്. ഡെക്ക് 3-ൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ് വരുന്നത്. ഇതിൽ ഏകദേശം ഈ ഷിപ്പുകളിലെല്ലാം ഏരിയയിലും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡെക്ക് 3-ലുള്ളത് ഇവിടെ കാണാം നമുക്ക്. കാസിനോ, അതുപോലെ തന്നെ ഒരു മ്യൂസിക് ഹാള്, പിന്നെ അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ നമുക്ക് റൂംസ്. ഇത്രയാണ് ഡെക്ക് 3-ലുള്ളത്. സോ ഈ ഏരിയ ഒക്കെ ലിഫ്റ്റിൻ്റെ ഏരിയാസാണ്. നമ്മൾ ഈ ഷിപ്പിൽ വന്നിട്ട് ഡേ 2 ആണ്. സോ ഇതാണ് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമുകളാണ്. 10 o'clock ക്ലൈംബിംഗ് വാൾ, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുള്ളത് ഷിപ്പിൻ്റെ ഈ ഏരിയയിലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇവിടെ എന്തൊരു ക്യൂ കാണുന്നുണ്ട്. നേരത്തെ വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ നെക്സ്റ്റ് നമ്മുടെ ഇമിഗ്രേഷൻ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തേക്കില്ലേ, എനിക്ക് തോന്നുന്നു ഒക്കിനാവ, ജപ്പാനിലേക്ക് നമ്മൾ പോകുന്നത്. സോ അവിടെ ഇറങ്ങാനുള്ള അവിടുത്തെ ഇമിഗ്രേഷൻ്റെ ടിക്കറ്റാണ്. സോ എൻ്റെ റൂമിൽ 2 പേരുണ്ട്. ഞാൻ ഒരു ടിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ മെനു ആണ്. പിന്നെ നമുക്ക് ഈ ഡെക്കിലുള്ളത് കാസിനോ ആണ്. കാസിനോയിലേക്ക് ക്യാമറ അലോഡല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിൽ പോകാൻ കഴിയില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഫുൾ റൂംസ് ആണ്. അടുത്ത നമുക്ക് ഡെക്ക് 4-ലേക്ക് പോകാം. 15ഓളം ഡെക്കുകൾ ഈ ഒരു ഷിപ്പിലുണ്ട്. ഡെക്ക് മീൻസ് ഓരോ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്ലോറിനാണ് ഒരു ഡെക്ക് എന്ന് പറയാം ഷിപ്പിൽ. ഓക്കെ.